നമസ്കാരം. ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP കോൺഗ്രസിൽ ലയിക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുന്നു. കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്ര പാത പിന്തുടരുന്ന ചെറു പാർട്ടികൾ ഒന്നിക്കണമെന്നും ലയിക്കണമെന്നുമുള്ള ശരത് പവാറിന്റെ സമീപകാല പ്രസ്താവനകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അഭ്യൂഹത്തിന് ബലം നൽകുന്നത്. എന്തായാലും NCPയും കോൺഗ്രസും ഗാന്ധി നെഹ്റു ആശയങ്ങൾ പിന്തുടരുന്നതിനാൽ തന്നെ തന്റെ പാർട്ടിയും കോൺഗ്രസിൽ നിന്ന് വേർപിരിഞ്ഞ നിരവധി ചെറു പാർട്ടികളും ഭാവിയിൽ ലയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പവാർ പറഞ്ഞിരുന്നു. ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ പ്രതികരണത്തിന് വേണ്ടിയും തീരുമാനത്തിന് വേണ്ടിയും ഇപ്പോൾ പന്ത് കോൺഗ്രസിന്റെ കോർട്ടിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുകയാണ് ശരത് പവാർ ചെയ്തിരിക്കുന്നത് എന്നുകൂടി ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. NCPയുടെ പിളർപ്പിന് ശേഷം മാതൃ പാർട്ടിയിലേക്ക് ലയിക്കുന്നതുമായി സംബന്ധിച്ച് പവാർ സോണിയയുമായും രാഹുൽ ഗാന്ധിയുമായും ഒക്കെ നേരത്തെ ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ അന്ന് ഇരുവശത്തും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ലയന സാധ്യതകളൊക്കെയും മങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, ശരത് പവാറിന് നിലവിൽ 84 വയസ്സുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ അമരത്ത് നിന്നുകൊണ്ട് ഇനി അധിക നാൾ നയിക്കാൻ അദ്ദേഹം ഉണ്ടായെന്ന് വരില്ല. ആരോഗ്യപരമായി നിരവധി പ്രശ്നങ്ങളുള്ള ഒരു നേതാവ് കൂടിയാണ് ശരത് പവാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മകൾ സുപ്രിയ സുലെയ്ക്കും രോഹിത് പവാറിനുമൊക്കെ മഹാരാഷ്ട്രയിൽ മികച്ച ഇടം ലഭിക്കേണ്ടതുണ്ട് ഈ ലയനത്തിന് മുൻപ് തന്നെ. അത് ഉറപ്പുവരുത്തുകയായിരിക്കാം ഒരുപക്ഷെ ഈ ലയനത്തിലേക്ക് പോകുന്നതിൽ നിന്നും NCP ശരത് പവാർ വിഭാഗത്തെ ഇപ്പോൾ കുറച്ചെങ്കിലും പിന്നോട്ട് വലിക്കുന്നത്. എന്തായാലും മഹാരാഷ്ട്ര NCP ഘടകം പിളർന്ന സമയത്ത് കേരളത്തിലെ NCPയുടെ നിലപാട് ശരത് പവാറിനൊപ്പം എന്ന് മന്ത്രി AK ശശീന്ദ്രൻ ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു. ആ പവാറാണ് ഇപ്പോൾ കോൺഗ്രസ് ലയനത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. കർണാടകയിൽ JDS NDAയുടെ ഭാഗമായ സമയത്ത് കേരളത്തിലെ JDSന്റെ നേതൃത്വം കടന്നുപോയ പ്രതിസന്ധികളൊക്കെയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പലപ്പോഴും കർണാടകയിലെ BJP നേതാക്കളുടെ പോസ്റ്ററുകളിൽ വരെ നമ്മുടെ മാത്യു ടി തോമസും അതിനോടൊപ്പം തന്നെ കൃഷ്ണൻകുട്ടിയും ഒക്കെ പ്രത്യക്ഷപ്പെട്ടത് ദേശീയ തലത്തിൽ തന്നെ ചിരി പടർത്തിയ വാർത്തകൾ കൂടിയായിരുന്നു. ഇനി എന്നായിരിക്കും മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളിലും മറ്റും കേരളത്തിലെ വനം വകുപ്പ് മന്ത്രിയെ കാണാൻ പോവുക എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ലയന സാധ്യതകൾ പുറത്തു വന്നതോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ സ്വാധീനമുള്ള NCPയിൽ നിന്നും നേതാക്കളെ അടർത്താനുള്ള നീക്കവുമായി BJPയും സജീവമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.